ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, പ്രായമുള്ള ആളുകളൊക്കെ കേട്ടോ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ കണ്ടിരിക്കുന്നത്. അവർ ചില വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി തന്നെ കുറേ കാലം ഉപയോഗിക്കും. കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുമ്പോഴും അതേ വണ്ടി തന്നെ എടുക്കും. പ്രായമുള്ളവരാണെന്നില്ല, ചെറുപ്പക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ചില വണ്ടികളാണ് ഹോണ്ട സിറ്റി, അതുപോലെ ബലേറോ, വാഗണാറ്, അതുപോലെ ചിലപ്പോൾ ഇതാകാം, ഇന്നോവയാകാം. അതുപോലെ ഒരു വണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്, i20. പുതിയ i20 നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുതിയ i20 ബേസ് മോഡൽ നിങ്ങൾക്ക് 7,50,000 രൂപ, അതായത് ഇതിൽ ഓഫർ എല്ലാം കഴിഞ്ഞിട്ടുള്ള തുകയല്ല, അല്ലാതെ ഓഫറൊക്കെ കൂടിയിട്ടാണെങ്കിൽ ഒരു 6,80,000 രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ് i20 എന്നുള്ളത്. ഈ i20 ഈ 6,80,000 എടുക്കുമ്പോൾ ഈ ഒരു പുതിയ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഇതായിരിക്കും ഫുള്ള് ഉള്ളത്. അതായത് ഫ്രണ്ട് പോർഷൻ ഒക്കെ ആണെങ്കിലും ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും ഒരു ബേസിക് ആണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ആൻഡ് ടെലിസ്കോപ്പിംഗ് സ്റ്റിയറിംഗ് കിട്ടും എന്നുള്ളതാണ്. മറ്റുള്ള ബലീനയിലൊന്നും ട്വിസ്റ്റിംഗ് ആൻഡ് ടെലിസ്കോപ്പിംഗ് സ്റ്റിയറിംഗ് കിട്ടുകയില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെക്കാം. അതിനകത്തൊരു 8,000-10,000 രൂപ മുതൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അവൈലബിൾ ആണ്. ബാക്ക് ക്യാമറയുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അവൈലബിൾ ആണ്. പിന്നെ വേണമെങ്കിൽ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാം. പിന്നെ താല്പര്യമുള്ളവരാണെങ്കിൽ 14 ഇഞ്ച് വീലാണെങ്കിൽ കൂടി അതിനൊരു അലൈ വീല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30,000 രൂപയ്ക്ക് അലോയ് വീല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ലുക്ക് കാറിന് കിട്ടും. ഓൾറെഡി സ്പോർട്ടി ലുക്കുള്ള കാറാണ് ഈ i20 എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാനുവൽ വണ്ടിയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഒരു ഇതിനകത്ത് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 6,80,000 രൂപ, 7,10,000 രൂപയ്ക്ക് ഒരു 30,000 രൂപ ഓഫർ എല്ലാം കഴിഞ്ഞ് 6,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു i20യുടെ i10 തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 6 ലക്ഷം ആവും. ഒരു 50,000 രൂപ കൂടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കൂടെ കഴിഞ്ഞാൽ ഒരു 7.5 ലക്ഷത്തിനുള്ളിൽ നല്ലൊരു i20യുടെ ഹാച്ച് ബാക്കിന്റെ നിങ്ങൾക്കൊരു മാനുവൽ മോഡൽ കിട്ടും. അപ്പൊ അതിന്റെ എഞ്ചിൻ ഓപ്ഷൻ എന്നുള്ളത് 1.2 കാപ്പ എഞ്ചിനാണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്. നമ്മുടെ ബലനോയിലും 4 സിലിണ്ടർ എഞ്ചിനാണ്. പക്ഷെ ബലനോയൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്പേഷ്യസ് ആണെന്ന് തോന്നുന്നു i20. ഇൻ ടേംസ് ഓഫ് ബുക്കിൽ നമ്മൾ പേപ്പറിൽ നോക്കുവാണെങ്കിൽ i20യുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1,775 മില്ലിമീറ്റർ ആണ്. ബെലിനോയുടെ എന്ന് പറഞ്ഞാൽ 1,745 മില്ലിമീറ്റർ ആണ്. അതുപോലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3,995 മില്ലിമീറ്റർ ആണ്. ബെലിനോയ്ക്ക് ഏകദേശം 3,990 മില്ലിമീറ്റർ ആണ്. അതുപോലെ വീൽ ബേസും കൂടുതലുണ്ട്, 2,500 സംതിങ് ഉണ്ട്. ബെലിനോയേക്കാളും കുറച്ചും കൂടെ വീൽ ബേസ് കൂടുതലാണ്. കുറച്ചും കൂടെ സേഫ്റ്റി ഉള്ള വണ്ടിയാണ്. ആൾട്രോസിന്റെ കാര്യത്തിൽ ഞാൻ വരുന്നില്ല, ആൾട്രോസ് കുറച്ച് നല്ല സേഫ്റ്റി ഉള്ള വണ്ടിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ i20യെ കുറിച്ചാണ് നോക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു വണ്ടി, ഈ 1.2 ലിറ്റർ കാപ്പ 4 സിലിണ്ടർ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാനുവൽ മോഡലിൽ ഇത്രയും വില കുറഞ്ഞ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വണ്ടിയായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ തന്നെ നിങ്ങൾക്ക് ഇനി ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് AMD അല്ല വരുന്നത്, IVT ആണ്. അതായത് ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇതിന് ഏകദേശം ഒരു 9,80,000 രൂപ. അത് ഓഫറൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 9.5 ലക്ഷത്തിനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നല്ലൊരു ഒരു ട്രാൻസ്മിഷനാണ്. CVT തന്നെയാണ്, ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ. ബെലിനോയിലൊക്കെ വരുന്നത് AMD ആണ്. ഇതിനകത്ത് നമ്മുടെ ആൾട്രോസിലാണെങ്കിലും വരുന്നത് ഒരു AMD ആണ്, അതിന്റെ ബേസ് നോക്കുകയാണെങ്കിൽ. അപ്പൊ ഇതിനകത്ത് IVT കിട്ടും, ഒരു 9,80,000 രൂപയ്ക്ക് IVT കിട്ടും. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെലിനൊക്കെ ആണെങ്കിൽ ഒരു 9,05,000 ഒക്കെ കിട്ടും. പക്ഷെ അത് AMD ആണ്, ട്രാൻസ്മിഷൻ അത്ര സ്മൂത്ത് അല്ല. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു നമ്മുടെ i20 എന്നുള്ളത്. ഇതിന്റെ മൈലേജ് ഒരു കൺസേൺ ആണ് പലർക്കും. മൈലേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റിയൽ ലൈഫിൽ ഒരു ലോങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ ഒരു 13 to 15
ഒക്കെ ഒരു ആവറേജ് നമുക്ക് ഡെയിലി ലൈഫിൽ കിട്ടും. ഒരു സിറ്റി മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 10 to 12 ഒക്കെ നോക്കിയാൽ മതി. പക്ഷെ ഹൈവേയിൽ ഒരു 17 to 18 ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ ഒരു 14 to 15 മൈലേജ് ആയിരിക്കും മിക്കവാറും ഈ ഒരു i20 കിട്ടുന്നത്. സിറ്റിയിലാണെങ്കിൽ കുറവായിരിക്കും, സിറ്റി മാത്രമാണെങ്കിൽ 10 to 12 ആയിരിക്കും. അപ്പോൾ ഈ ഒരു i20 കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും i20 കൺസിഡർ ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഞാനാണെങ്കിലും i20 ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ഞാൻ i20 ഓടിച്ചു നോക്കി. നല്ല പ്ലാൻഡ് ആയിട്ടുള്ള റോഡിൽ നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. അത്യാവശ്യം നല്ല റോഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. ട്രാവൽ ബാക്ക് സീറ്റിൽ ഇരുന്നാലും കംഫോർട്ട് നല്ല കംഫോർട്ടാണ്. ഹെഡ് സ്പേസ് കുറച്ച് കുറവാണെങ്കിലും നമുക്ക് ആ ഒരു സീറ്റിംഗ് പൊസിഷൻ വളരെ മികച്ചതാണ്. അതുപോലെ നിങ്ങൾക്ക് ലോങ് ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിലും ബാക്കിൽ സ്പേഷ്യസ് ആണ്. അപ്പം കുറച്ചും കൂടെ പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യാനും കുറച്ചും കൂടെ കംഫോർട്ടായിട്ടുള്ള വണ്ടിയാണ്. കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യും കമ്പയർ ടു ബെലിനോ നല്ല വണ്ടിയാണ്. എൻജിൻ ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതും കുറച്ചും കൂടെ നല്ലൊരു വണ്ടിയാണ്. ഇതിന്റെ നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ബെലിനേക്കാളും ഒരു 80,000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IVT ഇൻറ്റലിജന്റ് വേരിയന്റ് ട്രാൻസ്മിഷൻ എന്നുള്ള ഈ ഒരു i20 ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനലിനോടൊന്ന് സപ്പോർട്ട് ചെയ്യുക. i20 കുറിച്ചാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചിലപ്പോൾ വരാം. കുറച്ച് യൂസർ റിവ്യൂ ഒക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇത് നിലമ്പൂര് ഒരു അകമ്പാടം എന്നുള്ള സ്ഥലത്തേക്കുള്ള ഒരു റോഡാണ്. അപ്പോൾ അതിലൂടെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കണം. നല്ല മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. നിങ്ങൾ ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ ആട്ടിൻപാറ വെള്ളച്ചാട്ടം ഈ ഒരു റോഡിലാണ് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണുള്ളത്. കുറച്ച് ദൂരമുണ്ട്, ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്റർ കൂടി ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നിലമ്പൂർ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ആട്ടിൻപാറ വെള്ളച്ചാട്ടം, അതുപോലെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് നിങ്ങൾക്കൊരു ബലീനോ ഒക്കെ എടുക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ i20 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബേസ് മോഡൽ വളരെ എക്കണോമിക്കലായിട്ട് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇൻഫോർമെന്റൈൻമെന്റ് സിസ്റ്റം, ബാക്ക് ക്യാമറ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വളരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു വണ്ടിയാണ്.